ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് വളരെ കോമൺ ആയിട്ട് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നതും ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എന്നതും. ഇത് ഉപയോഗിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ, ടു മീ വേണോ ഫോർ മീ വേണോ എന്ന്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നത് ഉപയോഗിക്കുന്നത് പേഴ്സണൽ ആണെന്ന് പറയാം, വ്യക്തിപരമാണ്. നമ്മൾ ഒരു കാര്യത്തിന് എത്ര വാല്യൂ കൊടുക്കുന്നു, എത്ര കെയർ ചെയ്യുന്നു, നമുക്കത് എത്ര ഇമോഷണൽ ഫീലിംഗ് ഉള്ളതാണ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ടു മീ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇത് വളരെ പേഴ്സണലായ ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടു മീ ഉപയോഗിച്ചു. ഇനി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഉപയോഗിക്കുന്നത് നെസസിറ്റി, ആവശ്യം, അതല്ലെങ്കിൽ ബെനിഫിറ്റ്, ഗുണങ്ങൾ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഗുണമുള്ള കാര്യമാണ് എങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഗെറ്റിംഗ് ദിസ് ജോബ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഈ ജോലി കിട്ടുന്നത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഫോർ മീ ആണ് ഉപയോഗിച്ചത്. ഇനി വേറെയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ട്രാവലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. യാത്ര ചെയ്യൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ടു ഉപയോഗിച്ചു. അതിന് കാരണം ട്രാവലിംഗ് എന്നത് ഐ ലവ് ഇറ്റ്, ഇറ്റ്സ് മൈ പാഷൻ. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഇവിടെ ഫോർ മീ ഉപയോഗിച്ചതിന് കാരണം ലേണിംഗ് ഇംഗ്ലീഷ് പഠിക്കൽ എന്നത് എനിക്ക് എൻ്റെ ജോലിക്കൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്കത് ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എന്ന് ഉപയോഗിച്ചു. മ്യൂസിക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇമ്പോർട്ടൻറ്റ് ടു മീ ആണ് ഉപയോഗിച്ചത്. കാരണം മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഐ ലവ് ഇറ്റ്. അപ്പോൾ നമുക്കതൊരു പേഴ്സണൽ ഫീലിംഗ് ആണ്. ഈറ്റിംഗ് ഹെൽത്തി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ആരോഗ്യം തരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക എന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അതിന് കാരണം എന്താ? അത് ഹെൽത്തിന് നമുക്ക് ആവശ്യമാണ്, നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. പക്ഷേ അവിടെ ഐ നീഡ് യു ടു അച്ചീവ് എ ഗോൾ എന്നാണ്. എനിക്ക് ചില ആവശ്യങ്ങൾക്ക്, എൻ്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ, എൻ്റെ ലക്ഷ്യം എനിക്ക് സാധിച്ചെടുക്കാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അവിടെ ഒരു നീഡ് ആണ്, ഒരു നെസസിറ്റിയാണ്. അതുകൊണ്ട് ഫോർ മീ. അതേസമയം യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഐ വാല്യൂ യു എന്നാണ്. ഞാൻ നിനക്ക് വാല്യൂ തരുന്നു എന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടു മീ ഉപയോഗിക്കുന്നതും ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഉപയോഗിക്കുന്നതും രണ്ടും വ്യത്യാസങ്ങൾ ഉണ്ട്. ടു മീ എന്നത് ഇറ്റ്സ് എബൌട്ട് ഫീലിങ്സ് ഓർ വാല്യൂസ്. അതേസമയം ഫോർ മീ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് എബൌട്ട് നെസസിറ്റി ആൻഡ് ബെനിഫിറ്റ്.